അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയെ തിരഞ്ഞു പോവാണ്. അലീന അവളുടെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാമെന്നാണ് നമ്മുടെ ബാലചന്ദ്രൻ തീരുമാനിക്കുന്നത്. എന്തായാലും ഗോവർദ്ധനായിട്ട് പോണ വഴിയിൽ നമ്മുടെ ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, അലീന പോയി കഴിഞ്ഞാൽ ചേച്ചി തിരിച്ചു വരുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പത്തായത്തിലെ ഒരു കുപ്പിയിലൊരു ഭൂതത്തെ അടച്ചു വെച്ചിട്ടുണ്ട്. ആ കുപ്പിയുടെ അടപ്പാണ് നമ്മുടെ അലീന. അത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ആ ഭൂതം പുറത്തേക്ക് വരും. ആ ഭൂതം പുറത്തേക്ക് വന്ന ആളാണ്, ഇനിയാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങാൻ പോണത് എന്ന് പറയുന്നുണ്ട്. 23 കൊല്ലമായി ആ ഭൂതം കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഇനി അത് പുറത്തേക്ക് വരുന്ന സമയത്ത് നേരെ കയറി പിടിക്കേണ്ടത് നമ്മുടെ വൈജയനാണ്. അവളിട്ട് കറക്കിയിട്ട് ആ ഭൂതം അവൾ ആകാശത്തേക്ക് എറിഞ്ഞിട്ട് താഴത്തേക്ക് വീണത് ഇങ്ങനെ നോക്കി നിൽക്കും. നീ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല, എന്താ പറ്റിയ ബാലചന്ദ്രന് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ അപ്പുറത്ത് കാണിക്കേണ്ടത് നമ്മുടെ അലീനയും രോഹിത്തും എല്ലാവരും കൂടി നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ രോഹിത് ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ വീട്ടിലാണോ രേവതിക്കുട്ടി കഴിയണമെന്ന് നോക്കിയിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. എന്തായാലും അലീന പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങും വരും എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന രേവതിക്കുട്ടിയുടെ പിണക്കമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.